നിങ്ങൾക്കറിയോ, ഒരു ക്ഷേത്രമുണ്ട്, ഒലിപ്പുഴ തൃപ്പാക്കട ക്ഷേത്രം. ആ നാട്ടിൽ ആറാട്ടുത്സവത്തിന് ആറാട്ടെഴുന്നള്ളിപ്പ്, ആറാട്ട് സദ്യ ഒക്കെ നടക്കാറുണ്ട്. ആ തൃപ്പാക്കട ക്ഷേത്രത്തിൽ ആറാട്ടു സദ്യ ഇല്ലഹേ. അവിടെ നടക്കുന്നത് എല്ലാ വർഷവും നൊയമ്പ് കാലത്ത് ഇഫ്താറാണ്. ആറാട്ടു സദ്യയുടെ പേര് മാറ്റി ഇഫ്താർ എന്നിട്ട് ആ നാട് തൃപ്പാക്കട ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വർണ്ണഭേദമന്യേ, ജാതി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിക്കുകയാണ്. ഈ രാജ്യത്തിന് ഒരു മാതൃകയാണ് മലപ്പുറം. ഈ രാജ്യം കണ്ടു പഠിക്കേണ്ടതാണ് മലപ്പുറം. പിന്നെ നിങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസ ഉന്നതിയില്ല മലപ്പുറത്തുനിന്ന്. 1967 ലീഗിൻ്റെ ഒരൊറ്റ പരിശ്രമത്തിൻ്റെ ഫലമാണ് മലബാറിലെ ആദ്യ വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി മലപ്പുറത്ത് വന്നത്. ഇന്നും മലപ്പുറത്തെ ഹിന്ദു, ക്രൈസ്തവ, മുസ്ലിം കുഞ്ഞുങ്ങൾ അച്ചടക്കത്തോടെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിൻ്റെ വലിയ മാതൃകയായി വീണ്ടും മലപ്പുറം മാറുമ്പോൾ, മലപ്പുറത്തിൻ്റെ നാട്ടിൽ വന്ന് നിങ്ങളുടെ വൃത്തികെട്ട നാവ് കൊണ്ട് ഇവിടെ ജീവവായു കിട്ടുന്നില്ല, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ: വിട്ടോ ആലപ്പുഴയ്ക്ക്, വിട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക്. അവിടെ ചെന്ന് നിങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞോ. അത് നിങ്ങളുടെ വർഗീയത കേൾക്കുന്ന ആളുകളെ മാത്രം, അല്ലാതെ ആ നാട്ടിലെയും ഹൈന്ദവർ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ഇനി ഒരു കാര്യം കൂടെ നടേശനോട് പറയട്ടെ. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ SNDPയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ? 2019 ശേഷം എത്ര പേർ SNDPയിൽ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങളുടെ വർഗീയ പ്രസ്താവനയ്ക്ക് പിന്നിൽ? എന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് നിങ്ങളിങ്ങനെ ഏകാധിപതിയായി നിന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങളിങ്ങനെ 30 വർഷത്തിൻ്റെ ആഘോഷം തെണ്ണിക്കാൻ വരുമ്പോൾ, അതിന് മുഖ്യമന്ത്രി നിങ്ങളുടെ കൂടെ നിർത്തുമ്പോൾ ഈ നാടിതൊന്നും കാണില്ല എന്നാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്?